ആരപ്പോ ചിന്തിച്ചില്ല, ആരപ്പോ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചു ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തിനാ ചിന്തിച്ച നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങിയാൽ മതി. ചേട്ടന് ഞാൻ ലുലുവിൽ വെച്ചാൽ ഞാൻ ലുലുവിൽ സെക്യൂരിറ്റി പണിക്കാരെ അവനതൊക്കെ എടുത്തോണ്ട് കട്ടി 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 സണ്ണി ഇന്ദുജനെ ഐശ്വര്യലക്ഷ്മി പഠിപ്പിച്ച മലയാളം നമുക്ക് കേൾക്കാം. പാട്ട് പഠിക്കാം. സൗത്ത് ഇന്ത്യയിൽ വളരെ തിരക്കേറിയ ഒരു നടിയാണ്. And you are a doctor. എന്തോ കുട്ടി കാശ് കൊടുത്ത് കഴിച്ചു നോക്കി. ലുലു മോളിൽ വെച്ച് യു ആർ വിത്ത് യുവർ എൻറ്റയർ ഫാമിലി ജോക്കി ഷോറൂമിൽ നിന്ന് എന്തോ പർച്ചേസ് ചെയ്തിട്ട് അടിപൊളി നന്ദി അടിപൊളി. ആരപ്പോ ചിന്തിച്ചില്ല, ആരപ്പോ ചിന്തിച്ചില്ല. ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ചിന്തകളിലേക്ക് പോകാതെ ഇന്റർവ്യൂലേക്ക് പോകാം. ഹായ് ഹലോ വെൽക്കം. സൈന സത്പ്ലസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. അപ്പം നമ്മുടെ മലയാളത്തിലെ ഈ വരുന്ന നവംബർ 21 ഡേറ്റ് മറക്കണ്ട, നവംബർ 21 ഹലോ മമ്മി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പം സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് എൻ്റെ ഒപ്പം നമ്മുടെ ഐഷു ഉണ്ട്, അതുപോലെ തന്നെ സണ്ണി ഉണ്ട്, ഷറഫിക്ക ഉണ്ട്, അദ്രിജോ ഉണ്ട്. എല്ലാവർക്കും വെൽക്കം. അപ്പം മിസ്റ്റർ സണ്ണി ഇന്ദുജ, അദ്ദേഹം ഇസ് എ ബോളിവുഡ് ആക്ടർ. മലയാള സിനിമയിൽ ഇപ്പം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ട്രെയിലർ കണ്ടിട്ടുള്ളത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ആദ്യം എൻ്റെ തോട്ട് ഇങ്ങനെ പോയി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ജോണർ എന്താണെന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോൾ ട്രെയിലർ കാണാതെ സിനിമയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് ഞാനൊരു ഹലോ മമ്മി ക്വിസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഉത്തരം തരാൻ ചിന്തിക്കാനായിട്ട് പാടില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടർ നെയിം. ഹലോ മമ്മി ക്വിസ്. And you have to answer like that. No thinking. Just like this. You will not have, you'll have just 2 seconds to think. If I understand. But I'll ask in English. She'll ask it in a language you understand. Yeah, okay. Not Hindi, but English. Yeah. Okay. I don't know Hindi. Yeah. All right. So first, ningalde character names. Steffi. Asaba. Boni. Thompson. All right. Relationship status of your characters. Married. അങ്ങനെയാണോ? Relationship status in that. Complicated. Character name. Complicated. Okay. ini ningada character na joli aapka character ka job definition. Pet shop owner. Exorcist. You're not supposed to say stuff like that. Then what should I say? ഇല്ല, ഇങ്ങനത്തെ സംഭവം ഇട്ട് കഴിയുമ്പോ എനിക്ക് വന്നില്ലേ എക്സോസിസ്റ്റോ, പ്രേതം ഒഴിപ്പിക്കുന്ന ആള്. അപ്പൊ ആൾക്കാർക്ക് എക്സോസിസ്റ്റ്, പ്രേതം ഒഴിപ്പിക്കുന്ന ആള്. ഐഷു പറ. Junior research fellow. Oh my god. ചെറിയ പരിപാടികളൊന്നും. റിസർച്ച് ഹൗസ് വൈഫ്. അത് സിനിമയിൽ ജോലിക്ക് പോകാൻ സമയം കിട്ടാനിട്ടാ. ജോലിയൊക്കെ ഉണ്ട്. എന്തിലാണ് your job? He's jobless. No, that's why he said I am a pet shop owner and dog trainer. Oh, very good. And matrimony owner. Okay. ഇനി അടുത്തത് നിങ്ങളുടെ ഓരോ ക്യാരക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻ ആണ് ഞാൻ ഇനി ചോദിക്കുന്നത്. ഐഷു ഷറഫിക്കായിട്ടുള്ള കണക്ഷൻ പറയും. Husband. You're married in the movie. Yeah. Okay. You're not supposed to say that. No, that's there. Okay. Ini sir, your connection with Sharafika. Friend. antagonist protagonist. Full. ഇദ്ദേഹം വില്ലൻ ആണ്. അല്ല, ആന്റഗോണിസ്റ്റ് പ്രോട്ടഗോണിസ്റ്റ് പറഞ്ഞു. അപ്പൊ you are the villain. Client. You are a client. Yeah. Actually, true. Yeah, client. എന്തോ പരിപാടി ഉണ്ട് ട്ടോ. ഇനി ചേട്ടാ പറയൂ. അളിയനാണ്, മാട്രിമോണി ആണ്. അപ്പം അളിയൻ കൊണ്ടുവരുന്ന ആലോചനയായിരിക്കും. ആലോചന
आलोचना वो तो मेरी आलोचना लेकर आई इसके लिए. ഓക്കെ ഇനി നിങ്ങളുടെ ക്യാരക്ടറുടെ ഓരോ പെക്യുലാരിറ്റി നമ്മളെടുത്ത് പറയണം. Nerdy. നോടി Mysterious. പാവം പഞ്ചപാവം എന്തോ എങ്ങനെ ചിരിക്കുന്നുണ്ടോ? പൂച്ചക്കുറുമ്പനോ അതൊരു പുതിയ വാക്കാണല്ലോ പൂച്ചക്കുറുമ്പനോ. ഞാനൊരു ഭയങ്കര ടെൻഷൻ ഒരു ആളാണ്. ഓക്കെ ഇനി ഞാനിതൊന്ന് ഇങ്ങനെ ടേൺ ചെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പെക്യുലാരിറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതായത് ഐശുവിൻ്റെ അടുത്ത് ഐശുവിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അബൌട്ട് യുവർ ക്യാരക്ടർ. Own personal. ഓൺ തിങ്. I'm also nerdy. You're also very nerdy. Very nerdy. Okay. It's an imaginary fantasy character, so we You had don't to, relate to it at all. Nothing. Okay. ഷർഫൊക്കെ പറ പാവം റിയൽ ലൈഫിലും പാവം. എൻ്റെ ഒരു ക്യാരക്ടറിന്റെ എന്താണ് സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുക ഒരാളാണ്. ഓക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിൽ Tension. ലൈക്ക് ശരിക്കും റിയൽ ലൈഫിൽ ടെൻഷൻ കുറച്ച് ടെൻഷൻ പേടിയുള്ളതല്ലേ? ആണോ? ലൈക്ക് ബേസിക്കലി എന്തിനാ ചേട്ടന്റെ ഇന്നാളത്തെ ഒരു റീല് ഭയങ്കര ഹിറ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാന്ന് ടെൻഷൻ അടിക്കാവുന്നല്ല ഗസ് ചെയ്യാമോ? ഒന്ന് ഗസ് ചെയ്യാമോ? അതൊരു ടെൻഷൻ ഉണ്ടോ ചേട്ടാ? അങ്ങനെയാണോ ആ റീൽ വരാനൊരു കാരണം? ഞാൻ സെലിബ്രേറ്റ് ചെയ്തേക്കുമല്ലോ. അങ്ങനല്ല, കുറച്ച് ഓവർ തിങ്കിങ് ആണ്. All of us are. Do you overthink? He's saying he's an overthinker. Not overthinker. You're lucky. Cool guy. ഓക്കെ അപ്പം ഇനി നമുക്ക് കൂടുതൽ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയാണോ നിങ്ങൾക്ക് ഇനി റിവീൽ ചെയ്യാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ എനിത്തിങ് ഇപ്പൊ തന്നെ കഥയുടെ പകുതി ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നല്ലേ? ചോർത്തി. I've interviewed them beforehand, but I'm interviewing you for the first time. So how was it working with them? I mean, Did they make you very comfortable, like gave you that very homely feel in the set? Yeah. I mean, everybody from cast to the crew, I think everybody were very, very welcoming, and it didn't feel like I'm doing it for the first time. The passion, the heart, it was so much that we all were involved, and I think everybody they welcomed with their open arms, and I didn't feel like it's for the first time. Even from the director, Vaishak, and the producers, everybody were very, very loving, and the way with which the role I was approached also, and to the sets, the treatment, there was so much heart and love and only passion to make good cinema. And there was a lot of fun on set also, especially her, big Vikruti, always. You're telling this in every interview. What to do? Yeah, but What else should I say? Very മലയാളി അല്ലല്ലോ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടെ. And with Sharaf, I think she just told me that she taught you something. So what did Aisha Lakshmi? A lot of Malayalam I taught him. Oh, she taught you Malayalam. അങ്ങനെ നമുക്കത് കേൾക്കണം. എന്തോ പറഞ്ഞു സണ്ണി ഇന്ദുജനെ ഐശ്വര്യ ലക്ഷ്മി പഠിപ്പിച്ച മലയാളം നമുക്ക് കേൾക്കാം. So let's hear it from you, sir. പാട്ട് പഠിക്കാം. she told me neetala patti. No, she didn't teach me. I did. I agree. She just taught me. She didn't tell me this. Yeah. I didn't tell him this. I told him whomever comes and says hello, you should say neetala patti. Sorry. മലയാളത്തിൽ ഈ പടത്തോടുകൂടി No, don't say that. എന്തൊക്കെയോ And then I also learned The song. അടുത്ത ഷോട്ട് എവിടെ? എവിടെ? അടുത്ത ഷോട്ട് എവിടെയാണ്? പെട്ടെന്ന് ഷൂട്ട് റെഡി വരാം. ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. He is a very, very good student. ഓക്കെ അപ്പം ഭക്ഷണം കഴിച്ചു. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. സാർ കഴിച്ചു. അടിപൊളി. നല്ല കഴിച്ചു. സ്മൂത്തി അല്ലേ കഴിച്ചു? Teacher. Proud teacher. Congrats. She's a teacher. അപ്പം she's a teacher for you. ഡോക്ടർ ആണ്. ഇവിടെ വലിയ ഗംഭീര ആക്ട്രസ്. ഷീസ് എ ഹ്യൂജ്. So much I didn't learn. മതിയെടാ, കുറച്ച് ഒരു കൈക്കൂലി
ഇത്രയും കാശ് കൊടുത്തില്ലല്ലോ എന്റെ കുട്ടിക്ക്. എന്നാ അത് വിട്ടേക്കാം. ഡയറക്റ്റ്ലി നമുക്ക് ഐശ്വര്യ അടുത്തേക്ക് പോവാം. എന്തൊക്കെയോ ഇൻസൈഡ് ടോക്സ് പോകുന്നുണ്ട്, പക്ഷെ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഞാനേ കേൾക്കുന്നില്ല. സണ്ണി ഇപ്പുറത്തേക്ക് ഇരിക്കുന്നു. ആദ്യമേ ഐഷു പറഞ്ഞു ഇവരെ ഒരുമിച്ച് ഇരുത്തരുത് മീനാക്ഷി, ഖേദിക്കും ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിന്ന്. ഐ ഗെറ്റ് യു. ഓക്കെ, അപ്പം sorry. Inside talks ആ. ഇത് എനിക്ക് ശരിക്കും ഒരു ക്ലാസ്സിൽ ടീച്ചറൊക്കെ ഇരുന്ന് പഠിപ്പിക്കുമ്പോഴുള്ള കിട്ടുന്നുണ്ട്. ഇനി ഷർഫുഖാനെ ഇന്റർവ്യൂവിന് ഞാൻ ഇങ്ങനെ വടിയായിട്ട് വരാം, സൈലൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കാനായിട്ട്. അപ്പം ഐഷു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐഷു നമ്മൾക്ക് ചെയ്ത് കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടറിനും ഞാൻ ഓരോ പെക്യുലാരിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ അമ്മൂനെ എടുക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അർച്ചന എടുക്കുകയാണെങ്കിൽ 30 വയസ്സായാലും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് നോർമലൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പിന്നെ മായനദിയിൽ അപ്പു ഇസ് എ വെരി ബോൾഡ് വുമൻ ഹൂ സ്റ്റാൻഡ്സ് ഫോർ ഹെർ സെൽഫ് അല്ലേ. ഇഷ്ടമുള്ളത് അതെനിക്ക് ഹാംഫുൾ ആണെന്ന് അറിഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെക്കുന്ന, അങ്ങനെ നമ്മൾ പെൺകുട്ടികൾ വളരെ സട്ടിലായിട്ട് ഇതൊക്കെ നമ്മൾക്ക് ഭയങ്കര അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിനെ ഓരോ ക്യാരക്ടറും ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഡു യു ആക്ച്വലി ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ എന്താണ് ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ റോൾസ് ചെയ്യുക? എനിക്ക് വരുന്ന കഥകളിൽ നിന്ന് എനിക്ക് ഇപ്പം നമ്മളും ഇൻസ്പയർഡ് ആവുമല്ലോ ചില സ്റ്റോറീസ് കേൾക്കുമ്പോൾ. ഇപ്പം അമ്മു എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു പോലീസുകാരൻ്റെ ഭാര്യ ഹൂസ് ഫേസിങ് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പോയി കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതും പോലീസുകാരുടെ അടുത്തേക്കാണ്. സോ അതായത് ആ ഒരു ഓപ്ഷൻ നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഹൗ ക്യാൻ ഷീ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത് ഒരു ഡ്രമാറ്റിക് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത് സിനിമയുടെ. ബട്ട് ബേസിക്കലി അതിൻ്റെ ഒരു റിയാലിറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ എടുക്കുന്നത്. എനിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ആൻഡ് സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇതിപ്പോഴും വളരെ വളരെ പ്രെവലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് അമ്മു എടുക്കാനുള്ള കാരണം, അർച്ചന 31 നോട്ട് ഔട്ട് എനിക്ക് ഹ്യൂമറിലൂടെ ഒരു സിറ്റുവേഷൻ റിയലിസ്റ്റിക് ആയിട്ട് കൺവേ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം. ഇത് ഞാനും വിശ്വസിക്കുന്ന ഒരു ഡൗറി സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഈവിൾസ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളാണ്. സോ എനിക്ക് വരുന്ന സിനിമകളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ജോണേഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു എന്നുള്ള. But that character finds you, അല്ലേ? Yes. അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഇത്, ഓക്കെ ഈ ക്യാരക്ടർ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ സംതിങ് ഇസ് ഹൈലൈറ്റഡ്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആക്ടർ എന്ന് വേണമെങ്കിൽ ഐ ക്യാൻ കോൾ യു. Yeah, but don't expect it all the time. I'll try my best, but which doesn't mean that ഒരു നെഗറ്റീവ് ക്യാരക്ടർ വന്നാൽ ഞാൻ ചെയ്യില്ല എന്ന്. ആസ് എൻ ആക്ടർ എനിക്ക് ആ ഒരു ക്യാരക്ടറോ ആ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് I'll always be റൈറ്റ്. ആ ഒരു ക്യാരക്ടർ കറക്റ്റ് ആവണം എന്നുള്ളതല്ല. ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ പറ്റിയുള്ള സ്റ്റോറി ആണെങ്കിൽ ദാറ്റ് വിൽ ബി ദെയർ. ഐ വിൽ ആസ്ക് ദി ഓഡിയൻസ് ടു യൂസ് യുവർ ബ്രെയിൻസ്. ഈ എന്റർടൈൻമെന്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഷർഫുക്ക ആക്ച്വലി നമ്മൾക്ക് ഷർഫുക്കയുടെ ഗ്രാഫ് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാം അല്ലേ. എന്റർടൈൻമെന്റ്, പിന്നെ ഇത്തിരി എന്റർടൈൻമെന്റ്, കുറച്ച് വില്ലനിസം. അയ്യോ ഇതിൽ പിടിക്കരുത് ഷർഫുക്ക. എന്റർടൈൻമെന്റ്, പിന്നെ കുറച്ച് സീരിയസ്, പിന്നെ ഇപ്പൊ വീണ്ടും അപ്പൊ എന്റർടൈൻമെന്റിലേക്ക് ബാക്ക് ആണോ? കാരണം നമ്മള് ബൊഗൈൻവില്ല എന്റർടൈൻമെന്റ് തന്നെയാണ് നമ്മുടെ കോമഡി കോമഡി സീരീസ് അങ്ങനെയാണ് നമ്മൾ മാറിപ്പോയിരിക്കുന്നത് അല്ലേ? അല്ല, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് യുവർ ലൈക്ക് അവർ കരിയർ ഗ്രാഫ് ഇൻ പെർട്ടിക്കുലർ ആയിട്ട്. അതായത് ഇപ്പൊ പ്രേമത്തിലൂടെയൊക്കെ വന്നപ്പോ ഫുള്ള് ആദ്യം മറ്റേ വെഡിങ് സിജുചാന്റെ കൂടെ ഉണ്ടായിരുന്ന മൂവി ഹാപ്പി വെഡിങ്ങില് ഭയങ്കര കോമഡി. അതിനുശേഷം ഇപ്പം കുറച്ച് സിനിമകൾ അടുത്തടുത്ത് ഇപ്പോൾ ഉള്ളത് പറയണമെങ്കിൽ ഇപ്പം റോഷാക്ക് വന്നു, ലെവൽ ക്രോസ് വന്നു, ബൊഗൈൻവില്ല വന്നു, എല്ലാം ഭയങ്കര സീനാണ്. നിങ്ങൾ ഒരുമിച്ച് വരത്തിലും ഉണ്ടായിരുന്നു, അതിലും ഇത്തിരി ഡാർക്കാണ്. അപ്പം ഇപ്പൊ വീണ്ടും ബാക്ക് ടു കോമഡി, ആ ഒരു ജോണർ വീണ്ടും ഒന്ന് മാറ്റി ട്രൈ ചെയ്യാണോ? ഇപ്പൊ ഞാനൊരു കൊമേഡിയനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാനൊരു എനിക്ക് തോന്നുന്നു ഞാനൊരു പടത്തിൽ ലീഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കോമഡി ചെയ്ത സിനിമ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ മമ്മിയാണ്. അത് ഹലോ മമ്മിയാണ്. അതിനു മുമ്പ് ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോമഡി ബേസ്ഡ് പടമല്ല. ഞാനൊരു കോംപ്ലിമെന്റ് തരാം. ഹീറോനെക്കാട്ടിലും സ്കോർ ചെയ്തിട്ടുള്ളത് കോമഡി ചെയ്യുമ്പോൾ ഷർഫുക്കയാണ്. അല്ല, ഞാൻ പറഞ്ഞ അപ്പൊ അതിന്റെ ഒരു അടുത്ത സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് കോമഡി ചെയ്യുന്ന ഹീറോ എന്നുള്ള ആ ഒരു ട്രൈ ഇതിലുണ്ട്, ഹലോ മമ്മിയിലുണ്ട്. അപ്പൊ അത് വർക്കായ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഇപ്പൊ ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എല്ലാം ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളാണല്ലോ ചെയ്തത്. കുറച്ച് ഫാമിലി അങ്ങനത്തെ സിനിമകളല്ലേ ചെയ്തത്, കുറച്ച് ഇതായിട്ട് സെറ്റിൽ ആയിട്ട്.
അപ്പോൾ അതിൽ നിന്നും കുറച്ചൊരു ഹൈപ്പർ എന്റർടൈനർ, കൊമേഴ്ഷ്യലി ഭയങ്കര എല്ലാവർക്കും കാണാൻ തോന്നുന്ന ഒരു ഹൈ സിനിമയാണിത് ഹലോ മമ്മി. ഇപ്പം മിക്സ്ഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പേഴ്സണലി നമുക്ക് ഓരോ ഫേവറേറ്റ്സ് നിങ്ങളും ലൈക്ക് പേഴ്സൺസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകില്ലേ ലൈക്ക് ഓക്കെ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്, ഇത്തിരി ഷെയ്ഡി ആയിരിക്കും രസം, അല്ലെങ്കിൽ ഇത്തിരി ഹ്യൂമർ ആയിരിക്കും എനിക്ക് സ്യൂട്ടാകുക, അങ്ങനെ ഇക്കൊക്കെ എന്ത് സ്യൂട്ടാകും എന്നാണ്? വാട്ട് ഡു യു തിങ്ക്? സ്യൂട്ടാകുക എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സിനിമയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കോമഡി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ സമയത്ത് നമ്മൾ അങ്ങനെയായിരിക്കും, നമ്മുടെ പ്രോസസ്സ് അങ്ങനെ ആയിരിക്കും, ലൈക്ക് നമ്മൾ മൂഡ് അതായിരിക്കും. അപ്പൊ അത് ശരിക്കും നമ്മളെല്ലാം അതല്ല ട്രൈ ചെയ്യുന്നത്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ മൂഡ് പിടിക്കാൻ നോക്കുന്ന ഇതിലായിരിക്കും. ഈ സിനിമയുടെ വൈബ് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പം ഐഷു കുമാരി ചെയ്തപ്പോഴേ ആ ഒരു ഡാർക്ക് ഹൊറർ സ്കേറി സാധനം, ആ ഒരു മൂഡായിരിക്കും ദ ഹോൾ സെറ്റ് അങ്ങനെ പോവാ, അങ്ങനെയുണ്ടോ? ഇല്ല. ചില ഇന്റൻസ് ഇപ്പൊ അമ്മു ചെയ്യുമ്പോ നമ്മള് സെറ്റിൽ തമാശ പറഞ്ഞ കളിച്ചല്ല നിന്ന്, അമ്മു ചെയ്യുമ്പോ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഡയറക്ടറിന്റെ സ്വഭാവമാണ് സെറ്റിന് വരിക. ദ ഡയറക്ടർ ഇസ് ഫൺ, ദ സെറ്റ് ഇസ് ഫൺ. ഇഫ് ഡയറക്ടർ ഇസ് വെരി സീരിയസ്, സെറ്റിൽ മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും, ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. കുമാരിയുടെ സമയത്ത് ഒരു ഭയങ്കര ഒരു ഫാമിലി ജീവിക്കുന്ന പോലെ നമ്മളെ സെറ്റിൽ ജീവിച്ച, ഈവൻ എപ്പോഴും ADs എൻ്റെ ബ്രദേഴ്സിനെ പോലെ ഞാൻ അഡോപ്റ്റ് ചെയ്തെടുത്ത പിള്ളേരെ അവിടുന്ന്. ആൻഡ് എല്ലാവരും വളരണം, എല്ലാവരും അവരുടെ ഗ്രോത്തിൽ എയ്ഡ് ചെയ്യണം. അങ്ങനെ ഇപ്പം നിർമ്മലാണെങ്കിലും ADs പയ്യന്മാരുടെ കൂടെ ഇരുന്ന് അവരുടെ സ്റ്റോറി ഡിസ്കഷൻസിന് ഇരിക്കാറുണ്ട്. ആ ടീം അങ്ങനെ അവർ എംപുരാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ADs ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നിർമ്മല മുമ്പ് ഇപ്പം അവരെയും കൊണ്ടാണ് പോകുന്നത്. ബിക്കം ലൈക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് അവരിരുന്ന് സംസാരിക്കുന്നത് എന്താണ്? അതിരിച്ചേട്ടാ പറയൂ. ഞങ്ങള് തമ്മിൽ പറഞ്ഞാണോ? പറഞ്ഞേ. സായി പല്ലവി അമറിന്റെ സെറ്റിൽ വന്നപ്പോ ഇതുപോലത്തെ ഇത് എന്നോട് ചോദിച്ചു സായി പല്ലവി ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലാണ്ട് ഭയങ്കര സിമ്പിൾ ആണ് നമ്മൾ, നിങ്ങൾ അത്ര സംശയിക്കേണ്ട. സായി പല്ലവി ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ ടീച്ചർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി അതിരിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ, നമ്മൾ ആക്ച്വലി ഷർഫുഖേനൊക്കെ ഈ ഒരു കോമഡി ഹീറോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അതായത് ഞാൻ നേരത്തെ പറയില്ലേ ലൈക്ക് ക്യാരക്ടർ റോൾസിൽ കോമഡി ചെയ്തിട്ട് സെക്കൻഡ് ഹീറോ ആയിട്ട് ചെയ്തിട്ട് ഹീറോനെക്കാട്ടിലും സ്കോർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്താണ് ഹലോ മമ്മി ആക്ച്വലി നമുക്ക് വെച്ചിരിക്കുന്നത്? ലൈക്ക് എന്റർടൈൻമെന്റ് ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനിരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പക്ക എല്ലാ എന്റർടൈൻമെന്റ്. പ്രായക്കാർക്കും അല്ലെങ്കിൽ എല്ലാ തരക്കാർക്കും പോയി കണ്ട് ചിരിച്ച് വരാൻ പറ്റുന്ന ഒരു പഴയ ഒരു സിനിമ, ഒരു പാക്കേജ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും എൻജോയ് ചെയ്ത്. പിന്നെ ഇപ്പൊ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ സാധാരണ ഒരു സെറ്റിൽ പോയി ഷൂട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് സീൻസ് അല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫണ്ണുണ്ട്. അതിനകത്ത് ഇപ്പൊ നമുക്ക് സീൻ ഇല്ലെങ്കിലും നമുക്കത് കണ്ടു നിൽക്കാനുള്ള ഒരു ഫണ്ണുണ്ട്. അപ്പൊ ഈ സാധനമൊക്കെ എന്താ പറയാ, നമ്മള് പടം ഷൂട്ട് ചെയ്തൊരു 3-4 ദിവസത്തിന് നമ്മൾ അതിന്റെ മൂഡിലേക്ക് കയറി. അപ്പൊ അത് ഇതിനകത്ത് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഹ്യൂമർ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇപ്പൊ ജോമോനുണ്ട്, ഇപ്പൊ ജോമോനാണെങ്കിലും അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടനാണെങ്കിലും ജോൺ ചേട്ടനാണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഹ്യൂമർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നല്ലേ കുറെ നാളായിട്ട് സീനിയേഴ്സിന്റെ കൂടെയും ചേട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യുക. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് സീനിയേഴ്സ് എല്ലാവരും അങ്ങനെ ഒരുമിച്ചിരുന്നാണ് അവർ ഇംപ്രവൈസ് ചെയ്ത്. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് സ്ക്രീനിൽ വരുമ്പോഴും എല്ലാവർക്കും ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു സംഭവമായിരിക്കും അല്ലേ? ഐഷു, ഈ ഐഷുനെ ചിരിപ്പിക്കാണല്ലോ ഷർഫുക്ക ഭയങ്കര ഈസി ആക്ച്വലി. പെട്ടെന്ന് ലൈറ്റ് ഹാർട്ടായിട്ട് ചിരിക്കുന്ന ആളാണ്. ഈ ഷർഫുക്കൊക്കെ സ്പോട്ടിൽ ഓരോന്നും ചെയ്യുമ്പോൾ ചിരി വരില്ല, നിങ്ങൾ എങ്ങനെ അത് കൺട്രോൾ ചെയ്തിട്ട് അഭിനയിക്കുന്നത്? ഐ മീൻ അതാണ് കഴിവ്. അല്ല, ഞങ്ങള് എനിക്ക് സിനിമയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സീനുണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾ മറ്റേ കൗണ്ടർ പറഞ്ഞ് അടി ഉണ്ടാക്കുക. എന്നിട്ട് ഇപ്പൊ എന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാം പുള്ളി ഡയലോഗ് പറയും. എനിക്ക് ആക്ച്വലി ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. പുള്ളി ഡയലോഗ് പറയുമ്പോൾ ഞാനിങ്ങനെ പിടിച്ചു വെച്ചേക്കും. ലാസ്റ്റ് അത് പൊട്ടിയിട്ട് അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ വീഡിയോ എന്റെ ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ണൊക്കെ ഉരുട്ടി നോക്കി നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക്. പിന്നെ വേറൊരു സാധനമുണ്ട്, അതായത് പുള്ളി അതായത് ഒരു എന്റെ അടുത്ത് വന്ന് കിടക്കാൻ നോക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. അത് ചിരിച്ചിട്ട് എത്ര പ്രാവശ്യം നമ്മളത് ടേക്ക് പോയത്, എത്ര ടേക്ക് പോയത്. ചേട്ടൻ ലാസ്റ്റ് ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിലായി. Couldn't stop laughing. That's Yeah, what I'm with yeah. me, my scene also. Which one was that? The when I come to the home. I was laughing. Yeah.
അപ്പോൾ ലൈക്ക് എവിടെയോ ഒരു ലൈക്ക് ഞാൻ എപ്പോഴും അവിടെ വരുമ്പോൾ ഞാൻ മലയാളത്തിലേക്ക് വരുന്നു പോകുന്നു. Does the film have any horror essence? Let me ask the exorcist. Horror? Effect in the movie. Essence. Yeah. I mean, there is a vibe overall that will be undercurrent. And rest of the effect you will see once the film is out. November 21st. കണ്ടാ ഞങ്ങൾ കറക്റ്റ് ട്രെയിനിങ് Tattoo. What is the tattoo? It's absolute love. Which language is it? Hindi. कहाँ पे? Hindi, Devanagari, A, B, S. അത് ഹിന്ദിയാണോ? അതാണ് മനസ്സിലായത്. Some calligraphy Hindi, but this all A, B, S. അല്ല എനിക്ക് Absolute love. എനിക്ക് നേരെയുള്ള ഹിന്ദി വായിക്കാൻ അറിയില്ല. അപ്പൊ പിന്നെ അത് ഇല്ല, ഇത് മനസ്സിലാവുന്നില്ല. She's like, I can't speak what I'll read. എനിവേ I can't read Hindi. Normal Hindi she can't read, but Okay. calligraphy to is even more difficult. ഈ ഹൊററിൽ കോമഡി വരുമ്പോ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ സിനിമ കാണാൻ. നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു അതെ സത്യമായിട്ടും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഥ കേൾക്കുമ്പോൾ കഥയിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഇതിൻ്റെ ഒരു ഐറ്റം ഉണ്ട് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഫുൾ ചാർജ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആ സെറ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അയ്യോ ചിരിക്കാൻ നമ്മൾ റെഡിയാണ് കേട്ടോ ഷറഫിക്ക. ചിരിക്കട്ടെ. ഓക്കെ ഐഷു, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മലയാളത്തിൽ വളരെ തിരക്കേറിയിട്ടുള്ള ഒരു മലയാളം എനിക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, സൗത്ത് ഇന്ത്യയിൽ വളരെ തിരക്കേറിയ ഒരു നടിയാണ്. And you are a doctor. കൈക്കൂലി നടന്നിട്ടുണ്ട്. എന്തോ കുട്ടി കാശ് കൊടുത്ത് ആ റെസിപ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻസും അപ്രിസിയേഷൻ എല്ലാം ചെക്കിന്റെ. അപ്പം എന്താ വെച്ചാ ഡോക്ടറാണ്, ആക്ടറാണ്. ഈ MBBS ഒക്കെ 5 വർഷം കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് ഇപ്പം മെയിൻ സ്ട്രീം ആക്ടിങ് മാത്രം നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു റിഗ്രറ്റ് ഒക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? 5 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ? ഞാൻ പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ, എനിക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, എങ്ങനെ ആയിരുന്നേനെ, വാട്ട് വുഡ് ഹാവ് ബീൻ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എൻട്രൻസിന് കിട്ടുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ പേരൻസിന്റെ കൂടെ നിന്ന് പഠിച്ച MBBS കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡോക്ടറിനെ തന്നെ കല്യാണം കഴിച്ചു. ഇതായിരുന്നു അമ്മയുടെ അപ്പൻ്റെയും ഗെയിം പ്ലാൻ. അങ്ങനെ സ്പേസിലേക്ക് പൊട്ടിച്ച് കൈ കൊടുത്തില്ല. സോ അപ്പോൾ എനിക്ക് എറണാകുളത്തേക്കാണ് സീറ്റ് കിട്ടുന്നത് അലോട്ട്മെന്റിൽ. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് പഠിച്ചത് കാരണം ജീവിത സാഹചര്യങ്ങൾ വേറെയായി, കുറച്ച് ഇൻട്രസ്റ്റുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റി. ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയിട്ട് 2 മാസത്തിൽ നിർത്തിയിട്ടുണ്ട്, പഠിത്തത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പഠിപ്പിയായിരുന്നു കൈൻഡ് ഓഫ്. ആൻഡ് അത് അങ്ങനെ സ്ട്രീം ലൈൻ ചെയ്താണ് കൊണ്ടുവന്നതും. അവർക്കും അറിയുന്ന ഞാൻ വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. സോ ഐ ഹാവ് ഓൾവേസ് ബീൻ ടോൾഡ് എഡ്യൂക്കേഷൻ ഇസ് യുവർ വേ ഔട്ട്, എഡ്യൂക്കേഷൻ ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു മേക്ക് യു സ്റ്റേബിൾ ഇൻ ലൈഫ് എന്നുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവിടെ നിന്നാണ് വരിക. അവരതാണ് വിശ്വസിച്ചത്. കാരണം നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് അതിനുള്ള നോളജോ അതൊന്നും തരാൻ പറ്റില്ല. അവർക്ക് അറിയുന്നത് ഇത് ചെയ്താൽ എൻ്റെ മോളുടെ ലൈഫ് സേഫ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്? റിഗ്രറ്റ് തോന്നിയിട്ടില്ല, ഈ സാധനം തോന്നിയിട്ടുണ്ട്. അല്ലെ ഇത് പറഞ്ഞപ്പോഴേ ഒരു മിഡിൽ ക്ലാസ് ഗേൾ ഹലോ മമ്മി കാണാൻ വന്നിരുന്നേനെ ചിലപ്പോ. അല്ല അങ്ങനെ ഒരു ലൈഫ് ആയിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ? ഷർഫിക്ക നടനായില്ലെങ്കിൽ ആരായിരുന്നു ഷർഫിക്ക? എനിക്ക് ചെറിയ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ. അത് ഇപ്പോഴും ഉണ്ട്. വലിയ ബിസിനസ്സുകാരനാണ്. വലിയ ബിസിനസ്സുകാരൻ. ഞാൻ ഷെഫായിരുന്നു. ഞാൻ ഷെഫായിട്ട് തന്നെ തുടർന്ന് ഇയാള് ന്യൂസിലൻഡും സിംഗപ്പൂരൊക്കെ ആണോ? വൗ. ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഏറ്റവും അടിപൊളി ഒരു ഡിഷിന്റെ പേര് ചോദിച്ചാൽ ചോദിക്കും. സണ്ണി ഹിന്ദുജ. ഐ ഹാവ് ക്ലബ്ഡ് ഇറ്റ് ഇൻടു സിന്ധു. Sindhuja. Yeah, Sadisa, you tell me. What would you have been if not if in you cinema? പുള്ളി ആക്ടിംഗ് കോഴ്സ് പോയ FTI. FTI pass out. Before that, I am also an engineer. ആണല്ലേ? എഞ്ചിനീയർ ആണ്. ഓ from which ഡോക്ടർ, planning? എഞ്ചിനീയർ, ബിസിനസ്മാൻ, ഷെഫ് എല്ലാവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. Fancy. So, Which one? Which stream? Computer science. Okay.
But BITS Pilani, Dubai campus, huh? Okay. Oh, lovely. Not 95%, above 85, 90. 85 in engineering is too fancy. അല്ല എനിക്ക് ഐഷു നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ലൈക്ക് മിഡിൽ ക്ലാസ് ഗേൾസിന് എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പം ഇറ്റ്സ് ലൈക്ക് ആസ് എ മിഡിൽ ക്ലാസ് ഗേൾ ഐ ഫീൽ വെരി ഹാപ്പി ഇത്രയും യുനോ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയി ഇങ്ങനെ നിൽക്കുന്നതിന്. എസ്റ്റാബ്ലിഷ്മെന്റ് പ്രസ്ഥാനം. ആ അല്ലേ, ഒരു ഒരു ബ്രാൻഡ് നെയിം ഐശ്വര്യലക്ഷ്മി എന്നുള്ളത് അങ്ങനെ വന്നത് ഒരു യുനോ But I didn't get സ്മോൾ സിറ്റി ഗേൾ വിത്ത് ബിഗ് ഡ്രീംസ് എന്നൊക്കെ സ്മോൾ പറയും. സിറ്റി ട്രിവാൻഡ്രം ആണത്. A small city. It's a small city. When you ഇന്ത്യയിലെ compare it ഏറ്റവും to- നല്ല ഞാൻ ടൗൺ. പറഞ്ഞതിന്റെ ഒരു വൈബ് മനസ്സിലായി. I understand. അതെ, And I'm very happy. അതായത് നമുക്ക് പലപ്പോഴും ഒരു ഇമേജ് ആണ് ഇൻസ്പയറിംഗ് ആവുക. ആരായിരുന്നു യുവർ ഇൻസ്പിറേഷൻ? അതെനിക്ക് ആക്ച്വലി ആ ക്വസ്റ്റിന്റെ ആൻസർ കേൾക്കാൻ ആരായിരുന്നു? ഇൻസ്പിറേഷനോ? എനിക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ല, എനിക്ക് മൾട്ടിപ്പിൾ ഇൻസ്പിറേഷൻസ് ആണ്. ആക്ടിങ്ങിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ശോഭന മാം ആണ് എൻ്റെ ഇൻസ്പിറേഷൻ. ശോഭന മാമിന്റെ ആക്ടിങ് ഇസ് വെരി റിയൽ. അവർ എക്സ്ട്രാ ചെയ്താലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് തോന്നില്ല. അതിലും എനിക്ക് ഇപ്പോൾ നാഗവല്ലി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് റിയൽ ആയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അവരുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പോലത്തെ ഒരു ആക്ടറാണ്. അവർ എത്ര സെലക്റ്റീവ് ആയിട്ടാണ് പടം ചെയ്യുന്നത്. അതെല്ലാം ആക്ടിങ് വൈസ് എനിക്ക് അവർ ഇൻസ്പിറേഷൻ ആണ്. The way they have built up themselves as an actress, ഞാൻ പറയുകയാണെങ്കിൽ നയൻതാര, സമാന്ത, സായ് പല്ലവി, മൃണാൾ, രശ്മിക is a big inspiration. കാരണം അവർക്ക് അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലായി, ഓഡിയൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. എത്ര ട്രോൾസും എന്ത് വന്നാലും അവരുടെ എന്റർടൈൻമെന്റ് വാല്യൂ അവർ കുറച്ചിട്ടില്ല. അതൊന്നും അവരെ എഫക്ട് ചെയ്തില്ല. ഭയങ്കര പോസിറ്റീവായിട്ട് അവർ പോകുന്ന ഒരു കാര്യമാണ്. കീർത്തി അവരെ കണ്ടക്ട് ചെയ്യുന്ന, അവരൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്, അതെല്ലാം വളരെ ഇൻസ്പിറേഷണലാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അനബൻ ചെയ്യുന്ന റോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ സെലക്ട് ചെയ്യുന്ന റോൾസ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. It's good to see women supporting women. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 9th or 10th എന്തോ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഷർഫുഖേനെ കാണുന്നത്. അന്ന് എനിക്ക് പോയി സംസാരിക്കാനൊരു പേടിയായിരുന്നു. ലുലു മോളിൽ വെച്ച് യു ആർ വിത്ത് യുവർ എൻറ്റയർ ഫാമിലി ജോക്കി ഷോറൂമിൽ നിന്ന് എന്തോ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പം ഞാനും ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. അന്ന് എനിക്ക് വന്നിട്ട് മിണ്ടാൻ ഭയങ്കര പേടിയാ. ആ പ്രേമമൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് 2015 ആ ഒരു സമയത്ത്. അപ്പൊ ജോക്കി അല്ലോ ചേട്ടാ She was in 9th. അപ്പൊ എന്റെ കസിൻസ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഗൈസ് അകത്ത് ഷറഫുദ്ദീൻ എന്തോ പർച്ചേസ് ചെയ്യാൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് വീഡിയോ എടുത്തു. പക്ഷെ എനിക്ക് വന്ന് മിണ്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക. നിങ്ങളും ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലേ ഒരു വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇപ്പം ഹീറോ ആയിട്ട് ഹലോ മമ്മി വരാൻ പോവാണ്. ഏത് ഹ്യൂമറസ് ഹീറോ ആയിട്ട് കേട്ടോ. ഹലോ മമ്മി വരാൻ പോവാണ് November 21st. എനിത്തിങ് എൽസ് അബൌട്ട് ദ ഫിലിം? ഫാമിലി ആയിട്ട് വരണം കാണാൻ. ഉറപ്പായിട്ടും എല്ലാവരും കല്യാണം വിളിക്കും പോലെ എല്ലാവരും ഫാമിലി ആയിട്ട് വരണം. കണ്ടു കഴിഞ്ഞ് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. എല്ലാവരും സന്തോഷമായിട്ട് പോകും. അത് നമുക്ക് കുറെ ചിരിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കാൻ. ആർക്കാ ഇഷ്ടമല്ലാത്ത? ഷറഫുഖാനൊക്കെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. പിന്നെ താൻ എന്നെ എവിടെ കണ്ടാലും ചിരിയുടെ സ്ഥലത്തുള്ളത്. മരത്തിൽ കണ്ടപ്പോ ചിരി വന്നാ ഇല്ല, ബോഗൈൻ വില്ലയിൽ കണ്ടപ്പോ ചിരി വന്നില്ല. ലെവൽ ക്രോസിൽ കണ്ടപ്പോ തീരെ ഇതില് അലൈവ് അല്ലേ ലാസ്റ്റ്? ഇക്ക അലൈവ് അല്ലേ? ഏകദേശം ഒന്ന് രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്. He wants to say something. I just want to say that the script, more than all the actors, I think the script is a big hero. Because I feel we've been watching, since ages films and so many things, but very original, and yet it is touching and funny all at the same time, and eerie. Everything, it's a mixture of so many things, and yet in itself it's so original, which is the USP of this film. I feel ഷർഫുക്ക കോമഡി ചെയ്യുമ്പോൾ നമുക്കൊട്ടും we don't feel like it's artificial. It's like it comes from within. അത് only for very selected people that talent is there. It's very So very he's one of subtle those very and sharp. കഥ കേൾക്കുമ്പോ ആക്ച്വലി ഇത് എങ്ങനെയായിരിക്കും വിഷ്വലിൽ വരിക അങ്ങനെ ഒരു സാധനം ടോട്ടലി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതായത് എങ്ങനെ വിഷ്വലി ഈ സാധനം വരും എന്നുള്ളത്. അത് പക്ഷെ ഇപ്പൊ നമ്മള് ഡബ് ചെയ്യാൻ കാണുമ്പോഴും അല്ലാതെ ഇപ്പൊ നമ്മൾ ട്രെയിലർ കട്ട്സ് കാണുമ്പോഴും അല്ലാതെ കാണുമ്പോഴും അത് അതിന്റെ മേളിലായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ
തോന്നിയിട്ടുണ്ട് അല്ലേ? അടിപൊളി. അപ്പം എന്തായാലും നവംബർ 21 എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോവാ. ദേ ആർ പ്രോമിസിങ് എ കംപ്ലീറ്റ്ലി എന്റർടൈൻമെന്റ് ഫിലിം വിത്ത് എ ഹൊറർ എലമെന്റ്. അപ്പം എപ്പോഴും ആ ഒരു പേടിയിൽ പൊതിഞ്ഞ കോമഡി കാണാൻ മലയാളികൾക്ക് ഇഷ്ടമാണ്. So let's wait till November 21st for Hello Mummy. അപ്പൊ thank you guys for ഇവര് അവിടെ ഇങ്ങോട്ട് മാറി ഇരുന്ന് വർത്താനം കഴിഞ്ഞു. നന്ദി, അടിപൊളി. അടിപൊളി അടിപൊളി അടിപൊളി, നന്ദി, അടിപൊളി. Okay, thank you. അക്ഷരം മാറി പോയായിരുന്നു കുട്ടിക്ക്. ജോക്കി ബ്രാൻഡ് മാറിപ്പോയി പുള്ളി പറഞ്ഞത്. കുട്ടികൾക്കാണെങ്കിലും പിള്ളേര് ജോക്കി. How many times you told him about Lulu Center? No, actually everyone saying this, they all met me at last interview also. No, actually വേറെ പെൺകൊച്ചു ഇതുപോലെ തന്നെ ചേട്ടൻ ഞാൻ ലുലുലു വെച്ചാൽ സെക്യൂരിറ്റി അവൻ അതൊക്കെ എടുത്തോണ്ട് കട്ടി